ക്യൂരിയസ് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 3 ടേബിൾ സ്പൂൺ തൈര്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം 1.5 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതൊരു 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതായത് സ്കിന്നും വേസ്റ്റും എല്ലാം പോയി കഴിഞ്ഞാൽ 800 ഗ്രാം. അത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. ചെറിയ പീസസായിട്ടോ വലിയ പീസസായിട്ടോ. വലിയ പീസസായിട്ടാണെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുക കൂടി ചെയ്യണം. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ലെഗ് പീസൊക്കെ അതുപോലെ തന്നെ ഇടുകയാണെങ്കിൽ അതൊന്ന് വരഞ്ഞ് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ എങ്കിലും വെക്കണം. അത് കൂടുതൽ വെച്ചാൽ നല്ലതാണ്. അരമണിക്കൂറേ വെക്കുന്നുണ്ടെങ്കിൽ വെളിയിൽ വെച്ചാൽ മതി. കൂടുതൽ സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, അതിപ്പോൾ അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിനുവേണ്ടി ഗ്രേവി ഉണ്ടാക്കണം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇനി അതിലേക്കൊരു 5-6 കാഷ്യൂ ആഡ് ചെയ്യാം. കാഷ്യൂ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല വിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. ഇത് 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആണ്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ഇല്ലെങ്കിൽ 1-2 ഏലക്ക ഇട്ടാലും മതി. ഇനി അത് പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പറ്റുമെങ്കിൽ നല്ല പഴുത്ത തക്കാളി എടുക്കുക. മീഡിയം സൈസ് തക്കാളിയാണെങ്കിൽ 3 തക്കാളി എടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരട്ടെ. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് അല്പം കൂടെ ഒന്ന് കുക്കായിക്കോട്ടെ. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ആറാൻ വെക്കാം. ആറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ വലിയ ജാറിൽ ഇട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഗ്രില്ല് ചെയ്ത് ചിക്കനാണ് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഒരു ഗ്രില്ല് ചെയ്ത ഒരു സ്മോക്കി ടേസ്റ്റ് അതിനകത്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഒരുപാട് വറുക്കണ്ട. വെളിവശം മൊരിഞ്ഞും അകംവശം കുറച്ച് സോഫ്റ്റായിട്ടും ഇരിക്കണം. കാരണം ഇത് നമ്മൾ ഇനി കറിയിലിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ വെളിവശം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബാക്കി കഷ്ണങ്ങൾ മറിച്ചിട്ട് മരിച്ചെടുക്കാം. അപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ആകെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വെളിവശം നല്ല മൊരിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കഷ്ണങ്ങളൂടെ വറുത്ത് കോരാം. ഇപ്പോൾ ചിക്കനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നീളത്തിലരിഞ്ഞ് 2 പച്ചമുളക് ചേർത്തൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം.
പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. മിക്സിയുടെ ജാറിലിരിക്കുന്നതൊക്കെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ടും ചെറുതായിട്ട് അടിച്ച് അതുകൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേവി കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് ഒന്ന് ഇളക്കാം. ഞാൻ തിളക്കട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്, ബബിൾസ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേവിയിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് കസ്തൂരി മേത്തി. നമ്മുടെ ഉലുവ ചീര ഉണക്കി പൊടിച്ചതാണ്. അതുകൂടെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കുക. കസ്തൂരി മേത്തി ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ്. ബട്ടർ ചിക്കൻ്റെ ആ ഒരു മണമേ കസ്തൂരി മേത്തിയുടെയാണ്. നമുക്കിത് അടച്ചു വെച്ച് കുറച്ചൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കനെല്ലാം ആഡ് ചെയ്തു. ഒരല്പം കൂടെ മേത്തി ചേർക്കാം. മേത്തിയുടെ മണം അത്ര വന്നില്ല, അതുകൊണ്ട് ഒരല്പം കൂടെ മേത്തി ചേർക്കാം. മേത്തിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം, ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ആവട്ടെ. നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. അപ്പം ഇത് തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഉണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതുകൂടെ എല്ലാവരും ഒന്ന് കാണണം. 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നാനിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് ബട്ടർ ചിക്കൻ. ഇനി നമുക്കൊരു കുറച്ചുകൂടെ ഒരല്പം ഫ്രഷ് ക്രീമും കൂടെ മേളി ആഡ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണാൻ പറ്റും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും കൂടെ വേണം.